എത്ര 35 രൂപ 40 രൂപ. ഓക്കെ. പിന്നെ ഈ ഫോട്ടോ അയച്ച് സൂപ്പർ സാധനം, അത്ര എനിക്ക് പറയാനുള്ളൂ. സാധനം പിടിക്കിട്ട് വിലയും കുറവാണ്. ഇപ്പൊ നമ്മുടെ 15,000 രൂപയ്ക്ക് വാങ്ങി 2000 പണി ചെയ്ത് ഇപ്പൊ നമ്മുടെ വന്നിരിക്കുന്ന സ്പെഷ്യൽ ഓഫറാണ്. ഐഫോണിന് കേരളം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം. കേരളം എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ 15 Pro Max എത്ര 15,000 രൂപ. ഓഫർ 15 Pro Max ഓറഞ്ച് കളർ ഏതാണ്ട് 19,999 ഓഫർ 10 Pro XL കൊടുക്കായിട്ടേക്കുന്നത്. സാധാരണ രീതിയിൽ വളരെ വ്യത്യസ്തമാണ് കാണാനും, ബാറ്ററി ഡോർ കാണാനും. ഐഫോൺ തന്നെ ഐഫോൺ 15 Pro Max തന്നെ അതിനും ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ സാധനം. കാരണം വെച്ചാൽ അത്രമാത്രം ഓഫറിൽ വാങ്ങിച്ച സാധനം. സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഉഗ്ര സാധനം, ഒരു പരാതി പറയില്ല. കണ്ടു കഴിഞ്ഞാൽ പൊത്ത് ഇടിച്ച് കയറി അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല, ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് അതങ്ങ് നിൽക്കും. അത്യാവശ്യമുള്ള ഒരാൾക്ക് ഉപയോഗിക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഐഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഉപയോഗിച്ച ആളെ കയ്യിൽ കിട്ടിയാൽ എടുത്ത് മുഖത്തെറിയും. ഐഫോണിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ ഇത് വെച്ച് ഉപയോഗിക്കും അല്ലേ? അത്രമാത്രം ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. ക്യാമറ എടുത്ത് നോക്കിയാൽ ക്യാമറയൊക്കെ പൊളി ക്യാമറ കണ്ട ഐഫോൺ എന്ന് വിചാരിക്കും. കണ്ട ഐഫോൺ എന്ന് തന്നെ പറയണം. നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്, പിക്സലിനെക്കാളും ക്വാളിറ്റി ഉണ്ട്. പോർട്രേറ്റ് മോഡും എല്ലാം തരണമൊക്കെ ഉണ്ട്. ബാക്കി സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയുണ്ട്? സെറ്റിങ്സ് എടുക്കുമ്പോൾ കറക്റ്റ് 15. ഈ ലോക്കല് ഐഫോൺ ഒക്കെ എന്ന് പറയുമ്പോഴേ ഒരുമാതിരി ഡിസ്പ്ലേ കാണാൻ ക്യാമറ പിരിന്നൊക്കെ ഇരിക്കും. ഇത് അതിന് നല്ല സൂപ്പർ നല്ല സാധനം, ഒറിജിനൽ എന്ന് പറയും. ഓവറോൾ ലുക്ക് ആയാലും നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. ഇതിപ്പോ നമ്മളൊരാൾ എടുത്തതാണ് ഈ സാധനം. എങ്ങനെ എടുത്തെന്ന് അറിയണ്ടേ? ഒരാള് കാണിച്ചു തരാം. ഇപ്പം ഒരു ഐഫോൺ എല്ലാവർക്കും ഒരു ആഗ്രഹമില്ല, ഒരു ഐഫോണൊക്കെ ഉപയോഗിക്കണമെന്ന് എല്ലാവർക്കും. നിനക്കിപ്പോൾ രാവിലെ വന്ന തന്നെ ഒരു ഐഫോൺ ഇത് കണ്ട് ഇന്നലത്തെ വീഡിയോ കണ്ടാണ് വന്നത്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ലേ സാധനം? എങ്ങനെ ഉണ്ട്? അപ്പം ഇത് ഡൗൺലോഡ് ഇതൊരിക്കും ആയില്ലേ? ഐഫോണിൽ അവരിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവരിട്ട് തരും അല്ലേ എമൗണ്ട്? ഇതൊരു വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യാണ് ഒരാളുടെ ഇത് വാങ്ങിയത്. വാട്സപ്പിൽ ഒരാളെ ഡീറ്റെയിൽസ് നമ്പർ എല്ലാം ഉണ്ട്, ഞാൻ എല്ലാം ഇട്ടുതരാം. വാട്സപ്പ് വഴി ചാറ്റ് അയാൾ വിശ്വാസത്തിൻ്റെ ഇതിൻ്റെ ബാക്കാണ് ഇട്ട് കൊടുത്തത്, ഫോട്ടോ ഇട്ട് കൊടുത്തത്. ബാക്കാണ്ട് ഒറിജിനൽ ക്യാമറ. സാധാരണ ഒരു ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും 2 ബ്ലൂ ആയിരിക്കും, 1 മാത്രമേ ഒറിജിനൽ ആയിരിക്കുള്ളൂ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ബാക്ക് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് 2 ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറ്റ ക്യാമറയേ ഉള്ളൂ, അത് ഒറിജിനലാണ്. പക്ഷെ ഇത് നോക്കിയാണ് ക്യാമറ പെർഫെക്റ്റ് ക്യാമറ അല്ലേ? ഒറിജിനൽ അൾട്രാ ക്യാമറ, എല്ലാ ദിവസം ഫോക്കസ് ക്യാമറ, 3 ക്യാമറ വർക്കിംഗ് എന്നേ പറയുള്ളൂ. ബ്ലൂ ആയിട്ട് ഇത് വർക്കിംഗ് ആണോ? 3 ക്യാമറ 3 വർക്കിംഗ് തന്നെ. ഞാൻ നോക്കിയില്ല കേട്ടോ, അതുകൊണ്ട് അതും ചെക്ക് ചെയ്ത്. എന്നാ അത് ചെക്ക് ചെയ്യണല്ലോ. ചെക്ക് ചെയ്ത പൊത്തി പിടി ചെക്ക് ചെയ്താ ഫോക്കസ് കിട്ടും, വർക്കിംഗ് അല്ല. ഇത് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ഒറ്റ ക്യാമറ തന്നെ എല്ലാം ഫോക്കസ് ആവുന്നു. ഇത് വർക്കിംഗ് അല്ല, 2 ഡെമോ ആണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് ഒറിജിനൽ പോലെ ഇരിക്കുന്നത്, യെല്ലോ ഷെയ്ഡ് ഒന്നും ഇല്ല. ഒറിജിനൽ തന്നെ അല്ലേ? അറിഞ്ഞൂടാത്ത ആളെയിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് അറിഞ്ഞൂടാ, ഇയാൾക്ക് ഒറിജിനൽ അയാൾ വന്നു, ബോക്സോടെ വന്നു, ഇയാൾ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നെറ്റ്വർക്ക് എടുക്കുന്നില്ല. അങ്ങനെയാണ് ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും എന്താണ് ഇത് ഒറിജിനൽ അല്ല, പക്ക കോപ്പിയാണെന്നുള്ള സത്യന്തമായ വിവരം അയാൾ അവന്. സാധനം സെറ്റിങ്സ് ഒക്കെ എടുക്കാൻ എല്ലാം പൊടി അല്ലേ? 512 സ്റ്റോറേജ്, ആ ഒരു വെയിറ്റും നമുക്ക് കീപ്പ് ചെയ്ത് തന്നെ അത് തന്നിട്ടുണ്ട്. അല്ല ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ഇവര് കൊടുത്തില്ലേ? അയാളെ നമ്പര്, വാട്സപ്പിൽ ചാറ്റിംഗ് ആണ്, ഫുൾ ചാറ്റിംഗ്. നിങ്ങൾക്ക് ഏത് ഐഫോൺ വേണം, 13 വേണോ, 13 Pro Max വേണോ, 12 വേണോ, അപ്പം
ഇങ്ങനെ അവർ വാട്സപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുന്നത് സാധനങ്ങളൊക്കെ. ഒരു അറിഞ്ഞാത്ത ആളാകുമ്പോൾ കൊള്ളാം, വിലയും കുറവാണ്. ഇത് മലയാളിയാണ്. അവർ കോളിൽ വിളിക്കുന്നു, വീഡിയോ കോളിൽ സംസാരിക്കുന്നു. വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനകത്ത് എത്തും, സമാനപ്പെടും. കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ കയ്യിൽ വന്ന് കൊറിയർ വന്ന് കിട്ടി നമുക്കെല്ലാം ഒപ്പിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആളുടെ ഫോട്ടോസ് എല്ലാം ഇട്ടുതരാം. ഇതാണ് ആൾക്കാർ. അപ്പം ഇവര് കേരളം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫറാണ്. ഐഫോണിന് കേരളം എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം കേരളം എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് സാധനം തരും. ലോ ബഡ്ജറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. 15 Pro Max ഒക്കെ എത്ര? 15,000 രൂപയ്ക്ക്. അത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. സിം എടുക്കോ ഭായി? ഐമി ചെയ്താ? 2000 ഇപ്പൊ ഐഫോണിൽ അവരിട്ട് നമ്മൾ ചോദിക്കുമ്പോ അവർ ഇട്ട് തരും അല്ലേ എമൗണ്ട്? എത്ര? 35 രൂപ, 40 രൂപ. ഓക്കെ. പിന്നെ ഈ ഫോട്ടോ അയച്ച് ഞാൻ 13 Pro ഫോട്ടോ ചോദിച്ചായിരുന്നു. 256ന്റെ. ഓക്കെ, ഇട്ട് തന്നു. ഹലോ കേരള എല്ലാം കൂടെ ചോദിച്ച്, പിൻകോഡ്, മൊബൈൽ നമ്പർ എല്ലാം കൂടെ ചോദിച്ചു. ഞാൻ എല്ലാം കൂടെ കൊടുത്തു. ക്യാഷ് അയച്ചു കൊടുത്തു. ഡെലിവറി ചാർജ് 210 രൂപ. 210 രൂപ ഡെലിവറി ചാർജ് അതും കൊടുത്തു. അതിന്റെ റിസിപ്റ്റ് ഇതിൽ കാണും. 210 രൂപ. ബ്ലാക്ക് കളർ ഞാൻ ചോദിച്ചു. അപ്പൊ അവര് ഒറിജിനൽ തന്നിട്ടാണ് അല്ലേ? ഒറിജിനൽ. ആദ്യം ബില്ലടിച്ച് 18 രൂപയ്ക്ക്. ഐഫോൺ 15 Pro Maxന്റെ കഥയാണ് പറയണത്. ഓക്കെ സോറി സാർ, 18 രൂപ മാറിപ്പോയി. അപ്പൊ വീണ്ടും ബില്ലടിച്ച് 15 രൂപയ്ക്ക്. ഓക്കെ ഓക്കെ. ഇതാണ് കാണിച്ചത് അല്ലേ? അല്ല, ഇത് ഈ സാധനമാണ് കാണിച്ചത്. ഓക്കെ ഓക്കെ. 15,000 രൂപ എടുത്ത് വാങ്ങിച്ച മുതലാണ്. പിന്നെ എടുത്തില്ല. പിന്നെ അവർ എടുക്കില്ല അല്ലേ? ലോങ് കോളാണ്. അതിനുശേഷം എടുക്കുന്നില്ല. കോപ്പിയാണ് അയച്ചു കൊടുത്തത്. കണ്ട് പിടിച്ചതിന് ശേഷം അവരെടുക്കുന്നില്ല. ഇവരുടെ മൊബൈൽ നമ്പർ ഉണ്ടോ അതില്? ഓക്കെ, ഇതാണ് മൊബൈൽ നമ്പർ. ഓക്കെ ഓക്കെ. എന്തായാലും വളരെ നന്നായി അല്ലേ? 17 രൂപ പോയി. സ്ക്രീൻഷോട്ട് എടുത്തല്ലേ ഐഡിയ പരമായിട്ട്? ഓഹോ, എന്റെ തലയില് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയൊരു ഹാക്കറാണ് അവൻ. ഇതാണ് മെയിൻ ആള്. ഓക്കെ, ഈ ഒരു തെളിവ് മാത്രമേ നമ്മുടെ ഉള്ളൂ ആളെ കണ്ടുപിടിച്ചു കൊടുക്കുക അല്ലേ? ഇതെങ്കിലും ചെയ്ത് വെച്ചല്ല. ഓക്കെ, ഗുഡ്. പക്ഷെ സൂപ്പർ ഫോൺ കാണാൻ വേടിക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ ഒറിജിനൽ പോലെ തന്നെ ഇരിപ്പുണ്ട്. 50 Pro 15,000 രൂപയ്ക്ക് കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ്. ഞാനിപ്പോ ഇൻസ്റ്റയില് കണ്ടായിരുന്നു 17 Pro Max ഓറഞ്ച് കളറ് ഏതാണ്ട് ഒരു 19,999 ഓഫറിലിട്ടേക്കുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അവര് കോണ്ടാക്ട് ചെയ്യുമ്പോ വാട്സപ്പിലോട്ട് പോകും അല്ലേ? നിതിൻ ശർമ്മ എന്നാണ് ആളുടെ പേര്. ആളെ ഞാൻ നേരത്തെ ഓൺലൈൻ വഴി, അതായത് OLX വഴി പരിചയപ്പെട്ട. എന്റെ വീടിന്റെ കുറച്ചപ്പുറത്തായിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് പുള്ളി പിക്സൽ 10 Pro XL കൊടുക്കായിട്ടേക്കുന്നു 29,500. ഞാൻ സംസാരിച്ചപ്പോ പുള്ളി ഡൽഹിയാണ്. പുള്ളി അവിടെ നിന്ന് കൊറിയർ അയച്ചു തരാം ഈ പ്രൈസിന്. ഞാൻ പിക്സൽ 6 Pro യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് എടുത്തത് ഏതാണ്ട് 23 രൂപ സംതിങ് കൊടുത്ത മൊത്തം ചെലവായത്. അതായത് ഞാൻ ഇതിന് 17 വിലയുള്ളൂ. ഞാൻ ഐഫോൺ എടുത്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് എടുത്തതാ.
ഇങ്ങനെയൊക്കെ പറ്റിക്കിറങ്ങുന്നവർ റിവീൽ ചെയ്യാൻ തന്നെ വേണം. എൻ്റെ കോണ്ടാക്ട് നമ്പർ വരാം, ഞാൻ ഇട്ടുതരാം. നിങ്ങൾ നോക്കി, ഇതേപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇത്ര കിട്ടുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ കറക്റ്റ് വില എന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 6 രൂപ ആളുകൾ കൊടുക്കണം. ആൾ വളരെയധികം ബുദ്ധിമുട്ടി. എനിക്ക് 6 രൂപ കിട്ടിയേ മറ്റുള്ള തന്നിട്ട് പൊക്കളഞ്ഞു. നമുക്ക് അറിയാവുന്ന ആളില്ല. പക്ഷേ ലോ ബഡ്ജറ്റിനൊക്കെ ഇങ്ങനെ ആൾ എടുക്കുന്ന വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എത്ര പേര് എടുത്തിട്ടുണ്ടാവും കേരളത്തിൽ തന്നെ. അത് മലയാളികൾ കൊണ്ട് നടക്കും. ഇതേപോലെ ഹിന്ദിക്കാരെടുക്കും, മലയാളികളെടുക്കും. പക്ഷെ ഇത് സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാണാനും. ബാക്ക് ഡോറ് കാണാനും ഐഫോൺ തന്നെ, ഐഫോൺ 15 Pro Max തന്നെ അല്ലെന്ന് പറയൂല, ആരും പറയൂല. സ്റ്റോറേജ് നല്ല സ്റ്റോറേജ് ഉണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്. സാധനം ഇഷ്ടപ്പെട്ട സാധനം പൊളിയാണ്. സാധനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ സാധനം. കാരണം വെച്ചാൽ അത്രമാത്രം ഓഫറിൽ വാങ്ങിച്ച സാധനമാണ്. ആ ഓഫർ, അതേ ഓഫർ നിങ്ങൾക്കും കിട്ടും. നമ്പർ സാധനം നമ്മൾ കാണിച്ചു തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില ആ നമ്പറിൽ തന്നെ കയറി വാങ്ങിച്ചു. ഇത് ഒരുപാട് പറ്റിക്കാൻ വേണ്ടിയിട്ട്, പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഫോൺ ആവശ്യമുണ്ടെങ്കിൽ EMI ഇട്, മൈജി കയറി EMI ഇട്, അല്ലെങ്കിൽ നന്ദുലത്ത് ജിമാർ അങ്ങനെയുള്ള നല്ല ഷോറൂമിൽ കയറിയൊക്കെ EMI ഇട്, അല്ലേ? ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടും. ഈ 15 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. നമ്മൾ ഒറിജിനൽ സാധനം കിട്ടും. അല്ല ബഡ്ജറ്റ് ഇല്ലാത്ത 6 രൂപ 7 രൂപ നിങ്ങൾ ഓൺലൈനിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെട്ടു. ഞാൻ തന്നെ കണ്ടില്ലേ 100 പ്രാവശ്യം പറഞ്ഞു തരും ഇത് കോപ്പിയാണ്, ഒറിജിനൽ അല്ല കോപ്പിയാണെന്ന്. എന്നാലും വിശ്വസിക്കൂല. ഇത് കോപ്പിയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കൂ ഇല്ല. ഇങ്ങനെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുമ്പോ തന്നെ ഒരു നമ്മളിപ്പോ പറയുന്നത് 15 Pro Max ആണിത്, നാച്ചുറൽ ടൈറ്റാനിയാണ്, ഒറിജിനൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാറന്റി വരെ ഉണ്ട്. ഇതിന് വാറന്റി കാണിക്കുന്നത് 8/30/26 വരെ കാണിക്കുന്നുണ്ട്. വാറന്റി കാണിക്കുന്നുണ്ട്. 8-ാം മാസം വരെ ഈ വർഷത്തെ വാറന്റി കാണിക്കുന്നുണ്ട് ഇതിന്. 1 മാസം ആയിട്ടുള്ളൂ സാധനം എടുത്തിട്ട്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കോൾ അറ്റൻഡ് ചെയ്യൂല. നിങ്ങൾ ഇനി ഈ തല കുത്തി അതുവരെ നിങ്ങൾ വിളിക്കുന്നതെല്ലാം അവർ ആൻസർ തന്നുകൊണ്ടേയിരിക്കും. അക്കൗണ്ടിൽ ക്യാഷ് വായിക്കാം, പക്ഷെ അവർ സാധനവും നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സാധനം തരും. അവരെ കാര്യം ക്ലിയർ ആയി. നിങ്ങൾക്ക് ഐഫോൺ 15,000 രൂപയ്ക്ക് 17 Pro 15,000 രൂപയ്ക്ക് ഓർഡർ ചെയ്താൽ അവർ അയച്ചു തരും. നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യില്ല. അത് ചൈന ആയിരിക്കാം, ഒറിജിനൽ ആയിരിക്കാം, അതൊക്കെ നിങ്ങളെ തലവിധിയാണ്. സ്പെഷ്യൽ ഓഫറാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്പർ സഹിതം ആളുടെ ഫോട്ടോ സഹിതം ഞാൻ ഇട്ടുതരാം. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആള് വീഡിയോ കോൾ ചെയ്തതാണ്. വീഡിയോ കോൾ ചെയ്യും നിങ്ങളടുത്ത് ത്രൂ ആയിട്ട്, ഫേസ് ടു ഫേസ് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് നിങ്ങളെ വിശ്വാസപ്പെടുത്തിയിട്ടേ ആള് നിങ്ങൾ ക്യാഷൊക്കെ കൊടുക്കുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു. അതിൽ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. വീഡിയോ കോൾ ചെയ്തിട്ടുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ഒരു ഫേസ് ആണിത്. അപ്പം ഒരുപാട് പൈസ ഉണ്ട്. ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റിംഗ് ആണ്. ലോ ബഡ്ജറ്റ് കിട്ടിയാൽ ചാടി കറിയും എടുക്കും. അതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. സാധനം കാണാനായിട്ട് C ആണ്, ലേറ്റസ്റ്റ് മോഡൽ C ആണ്. ബോഡി കണ്ടീഷനൊക്കെ സൂപ്പറായിട്ടിരിക്കുന്നു. ഇപ്പൊ ഈ കോപ്പി ഉണ്ടാക്കുന്നതൊക്കെ എളുപ്പമായി. നേരത്തെ ലൈറ്റ്നിങ് വെച്ച് പണിയായിരുന്നു. ഇപ്പൊ എല്ലാ ഫോണുകളിലും C ഉള്ളതുകൊണ്ട് C അങ്ങ് നേരത്തെ ഫിറ്റ് ചെയ്താൽ മതി. ചെറിയൊരു തീം മാനേജർ എന്ന് പറയുന്നത് അല്ലേ? തീമാണ് വരയ്ക്കുന്നത്. തീം ആ ഒഴുകുന്ന തീമായിരുന്നു. ഇതിലോട്ട് വന്നപ്പോ ഒന്ന് വരയ്ക്കുന്നു. ഡിസ്പ്ലേ കുഴപ്പമൊന്നുമില്ല, സൂപ്പർ ഡിസ്പ്ലേ ക്വാളിറ്റി, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ക്വാളിറ്റി. ആപ്പ് സ്റ്റോറിലോട്ട് നേരിട്ട് പോകുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ അതുകൂടെ കാണിച്ചു കൊടുക്കാം അല്ലേ, ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഒരു രക്ഷയില്ല, സൂപ്പർ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഉഗ്രൻ സാധനം, ഒരു പരാതി പറയാനില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പോകും. പിന്നെ സൂം ചെയ്ത് കൊള്ളാമോ? കൊള്ളാം കേട്ടോ, സൂമിങ് കൊള്ളാം. അല്ല അങ്ങ് പിരിഞ്ഞൊന്നും പോകുന്നില്ല. സൂമിങ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ വലുതായിട്ട് പൊത്ത് ഇടിച്ച് കയറി അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് അതങ്ങ് നിൽക്കും, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല.
അപ്പം ഇതാണ്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതേപോലെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെ ഇതൊക്കെ എത്ര രൂപയായിരിക്കും? എൻ്റെ അറിവിൽ ചിലപ്പോൾ ഒരു അവർ വാങ്ങിയതിന് ഒരു 7, 8 അത്രയൊക്കെ വരുള്ളൂ. ചൈന സെറ്റാണ്. ബൾക്കിനെടുക്കുമ്പോൾ അവർക്ക് നല്ല ഓഫറിൽ കിട്ടും. അതേപോലെ സാധനം കൊള്ളാം, സൂപ്പർ സാധനം, അത്ര എനിക്ക് പറയാനുള്ളൂ. സാധനം വെടിക്കെട്ട്, വിലയും കുറവാണ്. ഇപ്പൊ നമ്മട്ട 15,000 രൂപയ്ക്ക് വാങ്ങി 2,000 രൂപ പണിയും ചെയ്ത് ഇപ്പൊ നമ്മട്ട വന്നിരിക്കുന്നത് വെറും 6,000 രൂപയ്ക്കാണ്. സാധനം വെടിക്കെട്ട് സാധനമാണ്. എന്ത് അല്ലേ? ഇനി ഇതുപോലെ കിട്ടത്തില്ല. ഇനി ഇതേപോലെ കിട്ടത്തില്ല. ഇതേപോലെ ആരെങ്കിലും വാങ്ങിച്ച് പറ്റിക്കപ്പെട്ട് കൊണ്ടുവന്നാലേ ഉള്ളൂ. പക്ഷെ ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറിജിനൽ ഐഫോണാണ് വേണ്ടതെങ്കിൽ അത് ഒറിജിനൽ തന്നെ ഏതെങ്കിലും ഷോറൂമിൽ പോയി വാങ്ങിക്കാം. അതെ, ഇപ്പൊ എന്തോ നല്ല ഓഫേഴ്സ് എല്ലാ ഷോപ്പുകളിലും വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അണ്ണനെ വിളിച്ചാൽ മതി. എന്റെ അടുത്തില്ല കേട്ടോ. എന്റെ അടുത്ത് ഇവിടുത്തെ ഫോണൊന്നും ഇല്ല. പുതിയ ഫോണൊന്നും എന്റെ അടുത്ത് ചോദിച്ചാലല്ലേ നല്ല ഷോറൂമിലും പോയിട്. അത്രേ ഉള്ളൂ. അത് നമുക്കൊക്കെ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സെക്കൻഡ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇത് ഫ്രഷ് ഒക്കെ കൊതിച്ച് വാങ്ങിക്കുന്നവരാണ്. ഇത് ഫ്രഷ് എന്ന് പറഞ്ഞാൽ സാധനം കൊടുത്തത്. ബോക്സ് ഉൾപ്പെടെയാണ് കൊണ്ടുവന്നത്. 1 മാസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. സാധനം പുതിയത് തന്നെയാണ്, പഴയതല്ല. വാറന്റി ഇനി എത്ര? 8 മാസം 9 മാസം ഉണ്ടല്ലേ? അവര് 1 മാസം ആയിട്ടുള്ളൂ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു വാറന്റി സ്റ്റാർട്ടിങ് എല്ലാം ആയിട്ടുണ്ട്. അവരങ്ങനെ വെച്ച് 1 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് അതിൽ സിം എന്തോ ചെറിയ നെറ്റ്വർക്ക് വരാതിൻ്റെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൺലൈൻ എടുക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ? ഒരു ഹായ്.